ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരിച്ചുള്ള സീരിയൽ രംഗത്ത് നിന്ന് പങ്കെടുത്ത ഒരാൾ അപ്സര രത്നാകരനായിരുന്നു. താരം ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് നടിയുടെ ആദ്യ വിവാഹ ജീവിതവും ഡിവോഴ്സും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മുൻ ഭർത്താവ് അപ്സരയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഗോസിപ്പുകൾ അപ്സരയെ വിടാതെ ഒപ്പമുണ്ട് ഇപ്പോഴും. ബിഗ് ബോസ് സീസൺ 6 വിജയ് ജിൻഡോയുമായി നടിയുടെ വിവാഹം ഉണ്ടാകുമെന്ന് അടുത്ത കാലത്തായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇത്തരം ഗോസിപ്പുകൾ തൻ്റെ സ്വകാര്യ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചുവെന്ന് വെളിപ്പെടുത്തുകയാണ് നടി. ഒരു ഓൺലൈൻ നൽകത്തിൽ അഭിമുഖത്തിൽ തനിക്ക് വരെതിരെ വന്ന ഗോസിപ്പുകളെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചും നടി മനസ്സ് തുറന്നു. സോഷ്യൽ മീഡിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്ന രീതിയോട് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെട്ടിട്ടില്ല. അതിന് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ എന്ത് ഹെൽപ്ലെസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്നതാണ് അപ്സരയും ജിൻഡോയും വിവാദികളാകാൻ പോകുക എന്നത്. ജിൻഡോ തിയേറ്ററുമായി എനിക്ക് കോൺടാക്റ്റ് പോലുമില്ല. പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് വല്ലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമോ വൈരാഗ്യമോ പിണക്കമോ ഒന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിനോടുമില്ല. ഒരുമിച്ച് ഒരു ഷോയിൽ ഒരുപാട് നാൾ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അദ്ദേഹത്തെ വെച്ച് വരെ കുറിച്ച് വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തിനാണ് അവർ എങ്ങനെ അദ്ദേഹത്തെ വെച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരം വാർത്തകൾ കാരണം ഞാൻ വലിയ വിഷമം അനുഭവിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് ഇത്തരം വാർത്തകൾ വരുമ്പോൾ എൻ്റെ അമ്മ ഇത് കാണുകയില്ലേ? അമ്മയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതാണ്. അതുപോലെ എൻ്റെ ചേച്ചി, അവൾ ടീച്ചറാണ്. സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിക്കുന്ന പിള്ളേരും അവരെ മാതാപിതാക്കളും എല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യില്ലേ? എൻ്റെ ചേച്ചിക്ക് ഒരു മകനുണ്ട്. അവൻ വിദ്യാർത്ഥിയാണ്. ബിഗ് ബോസിലെ ചേട്ടനുമായി ഇളയമ്മയ്ക്ക് കല്യാണമായി എന്ന് സ്കൂളിൽ നിന്ന് പലരും ചോദിച്ചുവെന്ന് അവൻ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? അവൻ അങ്ങനെ വന്ന് എന്നോട് ചോദിക്കണമേ സ്കൂളിൽ അതത്ര ചർച്ചാ വിഷയമായിരിക്കും. നിസ്സഹായസ്ഥ അവസ്ഥയാണ് ഞാൻ. എനിക്കൊരു സഹോദരനോ അച്ഛനോ ഉണ്ടായിരുന്നെങ്കിൽ ഇടപെടാൻ ഒരാളുണ്ടായേനേയും. അവരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോണം. എന്നെ പറയുന്നവരെ മീഡിയയിൽ വരുന്നിരുന്ന് തിരിച്ച് തെറി വിളിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇതിനോടകം എനിക്കെതിരെ വന്ന നിരവധി ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. എന്നെക്കുറിച്ച് ചിലർ വന്നിരുന്ന് മോശമായി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ മുൻ പങ്കാളി വരെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ എതിർത്ത് പറയാൻ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിയമപരമായി പോയിട്ടുമുണ്ട്.